നമ്മളിന്ന് തയ്യാറാക്കുന്ന ഒരു പായസം റെസിപ്പിയാണ് സേമിയ ചവ്വരി പായസം. സേമിയ സാഗോ പായസം എന്ന് പറയാം. സാധാരണയായിട്ട് നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കാറ്. അതിൽ കുറച്ച് ചവ്വരി കൂടി ആഡ് ചെയ്ത് വ്യത്യസ്തമായ സേമിയ ചവ്വരി പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി 3/4 കപ്പ് സേമിയയും 1/4 കപ്പ് ചവ്വരിയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചവ്വരി 1 മണിക്കൂർ 1/2 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് എടുത്തത്. അതുകൊണ്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 3/4 കപ്പ് സേമിയ ഇട്ട് കൊടുത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ റോസ്റ്റ് ചെയ്യണം. ലൈറ്റ് ബ്രൗൺ കളറായാൽ പാനിൽ നിന്നും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കണം. അതിനുശേഷം പാലൊഴിച്ചു കൊടുക്കാം. 1.5 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ നന്നായിട്ട് തിളപ്പിക്കണം. ഏകദേശം 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം. അതിനുശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി ആഡ് ചെയ്യാം. ചവ്വരി ആഡ് ചെയ്ത് പായസം നന്നായി തിളച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. സേമിയയും ചവ്വരിയും നന്നായിട്ട് കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യണം. അതുപോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. സേമിയയും ചവ്വരിയും കുക്കായതിന് ശേഷം 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സേമിയയും ചവ്വരിയും കുക്കായതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ ഇത് കുക്കാകുന്നതിന് വേണ്ടി കുറച്ച് ടൈം എടുക്കും. പഞ്ചസാരയെല്ലാം ഉരുകി പായസം ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് 3/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. പായസം ഒരുപാട് കുറുകി പോകരുത്. തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകിപ്പോകും. അതുകൊണ്ടാണ് ഈ പാകം വെച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി പായസത്തിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിടാം. പാൻ ചൂടാക്കി 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് 1 പിടി ഉണക്കമുന്തിരി ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് വറുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും 1 പിടി അണ്ടിപ്പരിപ്പും ഇട്ട് വറുത്ത് കൊടുക്കാം. ഇതെല്ലാം പായസത്തിലേക്ക് ആഡ് ചെയ്യാം. സ്വാദിഷ്ടമായ സേമിയ ചവ്വരി പായസം റെഡിയായി. ഒന്ന് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്